ജന്മങ്ങൾക്ക് കൂടി നിന്ന് കരുത്തു പകരുന്നവർ. ജീവിതങ്ങളെ വിധിച്ചിന്തിയ നീയോ സഹയാത്രികൻ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. ഇത് അറിവും അഴകും നിറഞ്ഞ പുതുതലമുറയുടെ കാലം. വ്യക്തിബന്ധങ്ങൾക്ക് വില കൊടുക്കാത്ത അടിമപ്പെട്ട നിങ്ങളോ പ്രത്യാശയുടെ സഹയാത്രികർ? ശരിയാ, മക്കളുടെ ജോലി തിരക്ക് മൂലം ഇന്ന് ഒരുപാട് പേർ വൃദ്ധസദനത്തിലാണ്. കുടുംബത്തിലുണ്ടായിട്ട് എന്ത് കാര്യം? അവരെ വളരെ പ്രതീക്ഷയോടെ വളർത്തി വലുതാക്കിയ അവരുടെ മക്കൾ കുടുംബത്തിലില്ലല്ലോ. ചിറകുയർത്തി പറക്കുവിൻ. പക്ഷേ ചിറകുയർത്തി പറക്കുന്നവർ എവിടെ? എത്ര കാലമായിട്ട് കണ്ടിട്ട് നിനക്ക് സുഖമാണോ? സുഖമാണെന്ന 5 ദിവസം പഠിക്കണം, ബാക്കി 2 ദിവസം ജോലി ചെയ്യണം. ഒന്ന് മര്യാദ തിന്നാൻ പോലും നേരില്ല. അമ്മ തിരിച്ചു പോകട്ടെ. കിടപ്പാടം കടയിൽപ്പെടുത്തി 40 ലക്ഷം രൂപ ലോൺ എടുത്ത് നിങ്ങളാണെങ്കിൽ പറഞ്ഞയച്ചത്. പിന്നെ എന്തിനാ നീ തിരിച്ചു വരികയാണെങ്കിൽ നമ്മുടെ നാട്ടുകാരെ ഞാൻ എങ്ങനെ നോക്കും പോലെ നമ്മുടെ വീട്ടുകാരൊക്കെ എന്തും പറയും. മെച്ചപ്പെട്ട ജീവിത രീതികൾ തേടി വളർന്ന നാടും വളർത്തിയ മാതാപിതാക്കളെയും വിട്ട്
വിദേശ രാജ്യങ്ങളിലെ വയോജനങ്ങളെ നോക്കി കഴിയുന്ന നിങ്ങളോ പ്രത്യാശയുടെ സഹയാത്രികർ? നിങ്ങളോ പ്രത്യാശയുടെ സഹയാത്രികർ? കാലം കെട്ടുമ്പോൾ കോലം കെട്ടുമ്പോൾ മക്കളെല്ലാം വിട്ടെറിഞ്ഞുപോയി. यात्रियों को क्या ध्यान दीजिए, गाड़ी नंबर 2 3 कोल्हापुर एक्सप्रेस प्लेटफॉर्म नंबर 8 पर आने वाली है। देखो बच्चे को लेके जा रहे हैं, चलो देखते हैं। कौन है ये बच्ची? इसे तुम लोग कहाँ ले जा रहे हो? ये बच्ची हमारी है, ये हमारे साथ ही रह रही है। झूठ मत बोलो, तुम लोग इसे किडनैप करके लेके जा रहे हो। ऐसे मत बोलिए, इसमें से हमारी बच्ची को हम सहारा दे रहे हैं और कुछ नहीं। ज्यादा बकवास मत करो। अनाथ बच्चों को ढूंढकर उनका नाम और पहचान बदलकर उनका दर्द बदलवाने का जो काम कर रहे हो वो याद नहीं चलेगा। परमेश्वर की ने हमारी बात मानी है, हमारा ऐसा कोई इरादा नहीं है। बड़ी-बड़ी बातें मत करो, ये सब नाटक इधर नहीं चलेगा। पकड़कर हटाओ इसे। इन्हें पुलिस के हवाले कर दो, हमारे बच्चे छोड़ इसे, छोड़। सरकार नीति पालिका, सरकार नीति पालिका, सरकार नीति पालिका, सरकार नीति पालिका, व्यवसाय संरक्षित सरकार नीति पालिका. सरकार नीति पालिका. രാഷ്ട്രത്തെ പുരോഗതിയിലേക്ക് നയിക്കേണ്ട നേതാക്കൾ കത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യ മനസ്സുകളിൽ വിഷവിത്തുകൾ പാകി തമ്മിൽ അടുപ്പിക്കുമ്പോൾ നിങ്ങളോ പ്രത്യാശയുടെ സഹയാത്രികർ? നിങ്ങളോ പ്രത്യാശയുടെ സഹയാത്രികർ? ഇവരും നമ്മുടെ സഹോദരങ്ങളല്ലേ? സഹയാത്രികരെ ആരുടെ കൂടെ? ഞങ്ങളുടെ കൂടെ. നിങ്ങളോ? ഇവിടെ കണ്ടതും കേട്ടതും കാണാത്തതും കേൾക്കാത്തതും നമ്മുടെ വെല്ലുവിളികൾ. അറിവും മദ്യവും മയക്കുമരുന്നും വർഗീയതയും പുതിയ തലമുറയെ കാത്തുപിടിക്കുമ്പോൾ കുട്ടിയെ ഒരു പ്രതീക്ഷയിലേക്ക് നയിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമില്ലേ? പറയൂ കുട്ടിയെ, പറയൂ. ആരിലാണ് നമുക്ക് പ്രത്യാശ? ആരിലാണ് നമുക്ക് പ്രത്യാശ? ചങ്കിലെ അവസാനത്തുള്ളി രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്ത ദൈവപുത്രനെ കണ്ടോ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോക പാപങ്ങൾക്ക് പരിഹാരമായി പുരുഷൻ കർക്കപ്പെട്ട ക്രിസ്തു, അവനാകട്ടെ നമ്മുടെ പ്രത്യാശ. മരണത്തെ പോലും കീഴടക്കിക്കൊണ്ട് ഉദ്ധിതനായ യേശു ക്രിസ്തുവിൽ നമുക്ക് ആശ്രയിക്കാം. വിലാപുരത്ത് കുത്തിയവന്റെ കണ്ണുകളെ തുറന്ന ആ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു. നമുക്ക് യാത്ര തുടരാം. അവനാണ്